നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. സമയം രാവിലെ 8:30 കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇന്നൊരു തിങ്കളാഴ്ചയാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇന്നത്തെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു വളരെ ലോ ബഡ്ജറ്റ് ആയിട്ടൊരു 1 ഡേ ട്രിപ്പ് പോകാൻ പോവുകയാണ് നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. വളരെ ലോ ബഡ്ജറ്റ് എന്ന് പറയാൻ മെയിനായിട്ട് കാര്യം അത്രയും ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ട്രിപ്പ് തന്നെ ആയിരിക്കും ഇത്. പിന്നെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് നമ്മൾ എന്തുവാ ചെയ്യാൻ പോകുന്നത്, എന്തുവാ കാണിക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാനൊന്ന് പറയാൻ തുടക്കത്തിൽ തന്നെ. നമ്മൾ കൊല്ലത്ത് നിന്ന് നേരെ ആലപ്പുഴയിലോട്ട് ട്രെയിൻ കയറി പോയി. ആലപ്പുഴയിൽ ചെന്നിട്ട് നമ്മൾ ആലപ്പുഴ ബോട്ട് ജെട്ടി പോയിട്ട് അവിടുന്ന് കോട്ടയം വരെ ഒരു 3.5 മണിക്കൂറോളം ട്രാവൽ നമ്മൾ ത്രൂ കായലായിരിക്കും. ഫുള്ള് കായലിൽ കൂടെ ഒരു 3.5 മണിക്കൂർ നമ്മൾ കുട്ടനാടിൻ്റെ ഭംഗി, വേമ്പനാട് കായൽ, പുന്നമട കായലൊക്കെ വഴി ടച്ചായി നേരെ കോട്ടയം പോകുന്നു. പിന്നെ കോട്ടയത്ത് നിന്ന് ട്രെയിൻ കയറി തിരിച്ച് കൊല്ലത്തോട്ട് വരുന്നു. പിന്നെ ബാക്കിയുള്ള ജില്ലകളുടെ കാര്യവും ഞാൻ ഇതിനകത്ത് പറയുന്നതാണ്. അപ്പോൾ ഇവനെ കണ്ടല്ലോ, ഇവനെ നിങ്ങൾക്ക് പരിചയസമ്പന്നനാണ് ഈ ട്രെയിൻ നമ്പർ 06770 ആലപ്പുഴ എക്സ്പ്രസ് സ്പെഷ്യൽ. നമ്മളിത് ചെയ്ത സമയത്ത് ടിക്കറ്റ് ചാർജ് 45 രൂപയായിരുന്നു. ഇപ്പോൾ അറിയാമല്ലോ, പുതിയ നിരക്ക് വെട്ടിക്കുറച്ചത് കാരണം ഒരു 25 രൂപ ടിക്കറ്റ് ചാർജ് ആക്കിയിട്ടുണ്ട്. ഇത് ആഴ്ചയിൽ ഞായറാഴ്ച മാത്രം സർവീസ് ഇല്ല, ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. ഇന്നൊരു തിങ്കളാഴ്ചയാണ്, അത് ഓർമ്മ വേണം. ഞായറാഴ്ചയാണ് ഇത് സർവീസ് ഇല്ലാത്തത്. ട്രെയിൻ നമ്പരും മറക്കരുത്, 06770 ആലപ്പുഴ എക്സ്പ്രസ് സ്പെഷ്യലാണ് ഈ ട്രെയിനിൻ്റെ പേര്. നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റി കൊല്ലത്ത് നിന്ന് ആലപ്പുഴ വരെ എല്ലാ സ്റ്റേഷൻസും, ഏതൊക്കെ സ്റ്റേഷൻസിൽ സ്റ്റോപ്പ് ഉണ്ടോ അതെല്ലാ സ്റ്റേഷനും കവർ ചെയ്ത് നമ്മൾ ഓൾറെഡി ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ കവർ ചെയ്ത് പറഞ്ഞ് സമയം കളയുന്നില്ല. കുറച്ച് നമ്മളെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ബോട്ട് ജെട്ടി എത്തിയിട്ട് കോട്ടയം വരെയുള്ള സീൻസ് നിങ്ങളെ കാണിക്കണം. പിന്നെ അവരുടേതായ കുറച്ച് ലൈഫ് സ്റ്റൈലുണ്ട്. ആരുടെ, നമ്മളെ ഈ ആലപ്പുഴക്കാരുടെ ഈ ബോട്ടും കായലും പിന്നെ അവരുടെ കുറേ കാര്യങ്ങളൊക്കെ പറയാനും ഒരുപാടുണ്ട്, കാണിക്കാനും ഒരുപാടുണ്ട്. ഈ പോകുന്നത് നമ്മുടെ വേളാങ്കണ്ണിയിൽ നിന്ന് എറണാകുളത്തോട്ട് വന്ന, ഇപ്പോൾ പോകുന്നത് നമ്മുടെ എല്ലാം കൂടെ പെട്ടെന്നാണല്ലോ, ഇത് നമ്മൾ ഇത് SMVT കൊച്ചുവേളി ബംഗളൂരു SMVT കേട്ടോ. അപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഫുള്ള് കവർ ചെയ്യുന്നില്ല സ്റ്റേഷൻസ്. ഓൾറെഡി അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എന്നിരുന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഈ ട്രെയിനിൻ്റെ ഒരു ഇൻറ്റീരിയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് നല്ലപോലെ അറിയാമല്ലോ. അതേ കണ്ടില്ലേ, വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ്. നമ്മളിന്ന് സൈഡ് സീറ്റിലിരിക്കാനുള്ള ഒരു പ്ലാനിലാണ് വന്നതെങ്കിലും ഞാനത് മാറ്റിയിട്ടതേ എനിക്കിവിടെ ഒരു എമർജൻസി വിൻഡോ കിട്ടി. അപ്പോൾ ഇന്ന് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴികെ 9:05 എടുക്കുന്ന ട്രെയിനാണ്. രാവിലെ 9:05 ഒരു 11 മണിയോടുകൂടി നമ്മുടെ ആലപ്പുഴയിലേക്ക് ഈ ട്രെയിൻ എത്തിച്ചേരും. വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ളൊരു ട്രെയിനാണ്. എല്ലാ സംവിധാനങ്ങളും ഉള്ള നല്ല വൃത്തിയായിട്ടുള്ള ഞാൻ ഇതിനെപ്പറ്റി ഓൾറെഡി വീഡിയോ ഇട്ടുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക്. എന്നിരുന്നാലും ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നത് കൊണ്ട്, അതായത് ആലപ്പുഴ എക്സ്പ്രസ് സ്പെഷ്യലിൻ്റെ എല്ലാ സ്റ്റേഷൻസും, ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും കവർ ചെയ്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ നമ്മുടെ ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റോപ്സുകളൊക്കെ ഒന്ന് പറഞ്ഞേക്കാം. ജസ്റ്റ് കൊല്ലത്ത് നിന്ന് ഈ വണ്ടി 9:05 എടുത്തു കഴിഞ്ഞാൽ പെരിനാടാണ് ആദ്യത്തെ സ്റ്റോപ്പ്. അവിടെ പെരിനാട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞാൽ മൺട്രോ ദൂരത്തായി അവിടെ സ്റ്റോപ്പുണ്ട്. പിന്നെ ശാസ്താംകോട്ട സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്, കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്, ഓച്ചിറയിൽ സ്റ്റോപ്പുണ്ട്, കായംകുളത്ത് സ്റ്റോപ്പുണ്ട്, പിന്നെ നമ്മുടെ ചേപ്പാടില്ലേ അവിടെ സ്റ്റോപ്പുണ്ട്, ഹരിപ്പാട് സ്റ്റോപ്പുണ്ട്, കരുവാറ്റ സ്റ്റോപ്പുണ്ട്, തകഴിയിൽ സ്റ്റോപ്പുണ്ട്, അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്, പുന്നപ്രയിലുണ്ട്. പിന്നാണ് നമ്മുടെ ആലപ്പുഴ. 9:05 എടുക്കുന്ന ട്രെയിൻ എങ്ങനെ പോയാലും ഒരു 11 മണി, ഇത്തിരിയൊക്കെ നേരത്തെ ചിലപ്പോൾ ഒരു 10:50-55 എത്തും. എന്നിരുന്നാലും 11 മണിയാണ് നമ്മളുടെ ഒരു കണക്ക് കൂട്ടൽ. അപ്പോൾ കൊല്ലത്ത് നിന്ന് ആലപ്പുഴ വരെ ഈ ട്രെയിനിന് വെറും 25 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഓർമ്മ വരിക, ട്രെയിൻ നമ്പർ വീണ്ടും മറക്കരുത്. മറക്കാതിരിക്കാനാണ് പറയുന്നത്. 06770 ആഴ്ചയിൽ ഞായറാഴ്ച സർവീസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രെയിനെ പറ്റിയിട്ടും ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജും ട്രെയിനിൻ്റെ ടൈമും ട്രെയിൻ ഏതൊക്കെ സ്റ്റേഷൻസിൽ സ്റ്റോപ്സ് ഉണ്ട് എന്നുള്ളൊരു ഏകദേശ രൂപം ഫുള്ളി പിടികിട്ടി കാണുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഈ ആലപ്പുഴ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങുന്നതും പിന്നെ അവിടുന്ന് എങ്ങനെയാണ് ബസ് കിട്ടുന്നതും, ബസ് കിട്ടിയിട്ട് എങ്ങനെ ആലപ്പുഴ ബോട്ട് ജെട്ടിയിലോട്ട് പോകുന്നതും, പിന്നെ അവിടുന്ന് കോട്ടയത്തോട്ട് പോകുന്നതൊക്കെ നമുക്ക് പുറമേ വീഡിയോയിൽ കുറേശ്ശായിട്ട് ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. സിമ്പിളാണ് സംഭവം, ഒന്നുമില്ല. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഒരു 1 ഡേ ട്രിപ്പായിട്ട് സുഖമായിട്ട് ഏതെങ്കിലും ഒരു ദിവസം പോകാം. പിന്നെ ട്രെയിൻ അവൈലബിലിറ്റി നോക്കണം. പിന്നെ തിരിച്ചു വരുന്ന കാര്യവും ഞാൻ വിശദമായിട്ട് പറയാം, ഏതൊക്കെ ട്രെയിൻ ഉണ്ട് ഏതൊക്കെ ട്രെയിൻ ഇല്ല എന്നുള്ളത്. അപ്പം ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക. പിന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കമൻ്റായിട്ട് പറയാം. പറഞ്ഞത് ക്ലിയർ ആക്കണം. അതിപ്പോൾ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും നമുക്ക് ക്ലിയർ ആക്കണം. പെട്ടെന്ന് നിനക്കെന്നായിപ്പോയി കേട്ടോ, ക്ഷമിക്കണേ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഉച്ചക്കലത്തുള്ള ഫുഡ് എടുത്തു കഴിഞ്ഞാൽ അത് ലാഭിക്കാം. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും മിഡ് മോർണിംഗ് സ്നാക്ക് എടുക്കാം. രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടായിരിക്കുമല്ലോ ഇറങ്ങുന്നത്. പിന്നെ മാക്സിമം വെള്ളം, അതിപ്പോഴത്തെ ചൂടായതുകൊണ്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം. അതുകൊണ്ട് ഫുഡ് കാര്യങ്ങളെല്ലാം വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു. ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മളിന്ന് പോകുന്ന ബോട്ടിൽ ഇരുന്ന് കഴിക്കാം.
നമ്മൾ കേന്ദ്ര സർക്കാരിൽ കേരള സർക്കാരിൻ്റെ ബോട്ടിലാണേ. ഈ മിഡ് മോർണിംഗ് സ്നാക്ക് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചൂടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് 11:30-ക്കാണ് ബോട്ട്, ആലപ്പുഴ ബോട്ട് ജെട്ടിന്ന്. അപ്പം ഞാൻ കൊണ്ടുവന്ന സ്നാക്കാണ് ഇതേ ഇവനാണ്. ഒരു ഓറഞ്ച് എടുത്തോളൂ, ഓരോ ഓറഞ്ച്. ഇവനിനി ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് സെറ്റാക്കി എടുത്തതാ ഇതേ കണക്ക് വെക്കണം. എന്നിട്ട് ഇപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ, കഴിക്കാൻ പോവുക. അങ്ങനെ ഞാൻ നമ്മുടെ മിഡ് മോർണിംഗ് സ്നാക്ക് കഴിച്ച ഒരു ഓറഞ്ച് ഉള്ളായിരുന്നു. പിന്നെ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്, ഓൾറെഡി വെള്ളം എടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്കുള്ള ലഞ്ച് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. ഇപ്പോഴത്തെ നമ്മുടെ ചിലവ് 25 രൂപയാണ്. അതായത് ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് മാത്രം 25 രൂപ, കൊല്ലത്ത് നിന്ന് ആലപ്പുഴ വരാം. ഇനിയിപ്പോൾ നമ്മളിത് ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ടേ, സമയം 11 മണിയാവാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയും ഒരു 5 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ആലപ്പുഴയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഇനി ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലോട്ട് പോകണമല്ലോ. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2-ലായിരിക്കും കൊണ്ടിറക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത്തിരി കൂടെ ഫ്രണ്ടിലോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, അവിടെ ഒരു ഓവർ ബ്രിഡ്ജ് കയറി ക്രോസ് ചെയ്ത് വേണം പ്ലാറ്റ്ഫോം നമ്പർ 1-ലോട്ട് പോകാൻ. ഞാനൊന്ന് കാണിച്ചു തരാം, വെയിറ്റ് ആക്ക്. ഇത് ഈ ഓവർ ബ്രിഡ്ജ് കണ്ടോ, ഇതിൻ്റെ അടുത്തായിട്ട് ഇപ്പോൾ നമ്മളെ വണ്ടി ചവിട്ടി ആണ്ടേ നമ്മൾ ഇറങ്ങി. ഈ ഒരു ഓവർ ബ്രിഡ്ജ് കണ്ടോ, ഇതിലാണ് നമ്മൾ ഇതിലെ നേരെ കയറി നടന്നു പോകാൻ പോവുക. കണ്ടില്ലേ, നമ്മൾ വന്നു ആലപ്പുഴയിൽ 11 മണിയായപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. 25 രൂപ ടിക്കറ്റിൽ നേരെ വെച്ച് പിടിക്കുക പ്ലാറ്റ്ഫോം നമ്പർ 1-ലോട്ട്. അപ്പോൾ നിങ്ങൾക്ക് കൊല്ലത്ത് നിന്ന് ആലപ്പുഴ വരെ വന്നത് മനസ്സിലായല്ലോ. പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ തന്നെ ഉണ്ട് ഓവർ ബ്രിഡ്ജ്. മനസ്സിലായ 1-ൽ നിന്ന് 2-ൽ ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ ട്രെയിൻ വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ഓവർ ബ്രിഡ്ജ് കയറി പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ വന്നിട്ട് നേരെ എക്സിറ്റിലോട്ട് പോകണം. എക്സിറ്റിലോട്ട് പോകുമ്പോഴത്തേക്കും അതായത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് ഇറങ്ങി തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഓട്ടോ സ്റ്റാൻഡും ബസ് സ്റ്റാൻഡും, അതായത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ ചെന്നിട്ട് നമുക്ക് ആലപ്പുഴ ബോട്ട് ജെട്ടിയിലോട്ട് പോകണമെങ്കിൽ ഒന്നെങ്കിൽ കലവൂര് പോകുന്ന ബസ്സിലോ അല്ലെങ്കിൽ മണ്ണഞ്ചേരി പോകുന്ന ബസ്സിലോ കയറണം. ഇപ്പോൾ ദേ ഒരു ബസ് അവിടെ കിടക്കുന്നുണ്ടോ, പച്ച ബസ്, അത് ആലപ്പുഴ ബോട്ട് ജെട്ടി പോകുന്ന കലവൂര് പോകുന്ന ബസ്സാണ്. നമ്മൾ വന്ന് ഇറങ്ങിയ ഉടനെ നമുക്ക് തന്നെ ബസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേ ബസ് കയറി. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ആലപ്പുഴ വന്നാൽ തൊട്ട് ഫ്രണ്ടിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റാൻഡുണ്ട്. ടിക്കറ്റ് ചാർജ് വരുന്നത് ഈ ആലപ്പുഴ ബോട്ട് ജെട്ടി വരെ 13 രൂപ. അപ്പോൾ 25 + 13 എത്രയായി? ഇപ്പോൾ 38 രൂപയാണ് നമ്മുടെ ഇപ്പോഴത്തെ ചിലവായത് പൈസ. അതായത് കൊല്ലത്ത് നിന്ന് നമ്മൾ ആലപ്പുഴ എത്തിയിട്ട് ആലപ്പുഴയിൽ നിന്ന് ഇനി ബോട്ട് ജെട്ടിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവായത് 38 രൂപയാണ്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ അതേ ഒരു 2-2.25 കിലോമീറ്ററോളം ഓടിയിട്ട് നമ്മൾ ആലപ്പുഴ ബോട്ട് ജെട്ടിയുടെ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്. ഈ ബസ്സിലാണ് നമ്മൾ വന്നത്. അത് കണ്ടോ, അപ്പുറത്താണ് ആലപ്പുഴ ബോട്ട് ജെട്ടി. ഇനി നമുക്ക് ക്രോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് ബസ് പോകുന്നു. ഇതാണ് നമ്മുടെ ആലപ്പുഴ ബോട്ട് ജെട്ടി. കണ്ടില്ലേ, തൊട്ടപ്പുറത്തായിട്ടൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. മൈൻഡിൽ വെച്ചിരിക്കും. പോലീസ് സ്റ്റേഷൻ തന്നെ ആണെന്ന് തോന്നുന്നു. അതിന് വേറെ എന്തെങ്കിലും ഓഫീസാണെന്ന് അറിയത്തില്ല. ജീപ്പായി കിടപ്പുണ്ട്, പോലീസിൻ്റെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റ് നടന്ന് ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ ഇപ്പോൾ ഒരു 11:15 11:20 വരുന്നതേ ഉള്ളൂ. 11:30-ക്കാണ് ബോട്ട് സർവീസ് നടത്തുന്നത് ഇവിടുന്ന്. അതായത് ഈ ബോട്ടിങ്ങിൻ്റെ ടൈമിങ് ഇവിടുന്ന് എപ്പോഴൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ കോട്ടയത്ത് എത്തിയിട്ട് പറയാം കേട്ടോ. കോട്ടയത്ത് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അതിനുള്ള ഷൂട്ട് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ബോട്ടിനകത്ത് കയറാൻ പോവുക. അപ്പോൾ ഇവനാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്ന ബോട്ട്. ആദ്യം കണ്ടത് പോയിട്ട് വന്നതാണ് കേട്ടോ, രാവിലെ എങ്ങാണ്ട് പോയിട്ട് വന്നതാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3.5 മണിക്കൂർ ഈ ട്രെയിനെന്ന് ഈ ബോട്ടിനകത്തായിരിക്കും നമ്മൾ ഫുള്ള് കായൽ. ഇപ്പോൾ ഈ ബോർഡ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഫുള്ള് ഇത് തന്നെ ഹൗസ് ബോട്ട് മയം, സർവ്വതും ഹൗസ് ബോട്ട്, കൊച്ചുള്ള ഹൗസ് ബോട്ടും കാര്യം. ഇവരുടെ ഉപജീവനം തന്നെ ഇതാണ്. ഒന്നെങ്കിൽ ഫിഷിങ് അല്ലെങ്കിൽ ഇതുപോലത്തുള്ള കാര്യങ്ങൾ. ലൈഫ് ജാക്കറ്റ് അത് തന്നെ ജാക്കറ്റ്സൊക്കെ കിടക്കുന്നുണ്ടില്ലേ. അപ്പോഴത്തേക്കും പറഞ്ഞുകൊണ്ടിരുന്നത് 3.5 മണിക്കൂറോളം ഒരെണ്ണം പോകുന്നു. ഇതുപോലുള്ള കൊച്ചു ബോട്ട്സ് കാര്യങ്ങളൊക്കെ ഇനി കാണാം. കൊച്ചു ബോട്ടുകളെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഫുള്ള് ഇതാണ്. നമ്മളിപ്പം ട്രെയിനിൻ്റെ കാര്യം പറയത്തില്ലേ, ഇത്ര പാസഞ്ചർ, നമ്മളെ ട്രെയിൻ പാസഞ്ചർ എങ്ങനെയാണ്, ഓർഡിനറി ട്രെയിൻ, അതേപോലെയാണ് നമ്മളിന്നത് ഇപ്പോൾ ഈ യാത്ര ചെയ്യാൻ പോകുന്ന ഈ ബോട്ട്. ട്രെയിൻ എന്നേ വായി വരുന്നുള്ളൂ. ഏകദേശം 80 സ്റ്റോപ്പോളം ഉണ്ട് ഇതിന്. ഈ 80ഓളം സ്റ്റോപ്പുകളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 80ഓളം സ്റ്റോപ്പുകളൊന്നും കവർ ചെയ്യാൻ പോകുന്നില്ല. നമ്മളെന്ത് പറയുന്നത്, ഒരു കായലിൻ്റെ ഭംഗി. അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, കുറച്ച് റൂട്ടുകൾ നമ്മൾ വേമ്പനാട്ട് കായൽ, പുന്നമട കായൽ, അങ്ങനെ കുറച്ചൊക്കെ കുട്ടനാടിൻ്റെ സീൻസൊക്കെ കണ്ട് കോട്ടയം എത്തുന്ന രീതിയിൽ സൈഡിലായിട്ട് കണ്ടില്ല. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കേട്ടോ. സോളോ അടിക്കുന്നവർക്ക് അടിക്കാം, ഇല്ലാത്തവർക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്രണ്ട്സായിട്ട് കാര്യങ്ങളൊക്കെ വരാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എന്തായാലും. അപ്പോൾ ടിക്കറ്റ് ചാർജ് ചെയ്യണ്ടേ ഇവിടുന്ന്, അതായത് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് കോട്ടയം വരെ ഒരാൾക്ക് വരുന്നത് ടിക്കറ്റ് ചാർജ് 28 രൂപയാണ്. അതായത് വെറും 28 രൂപ. അപ്പം നമ്മൾ കൊല്ലത്തുനിന്ന് ആലപ്പുഴ വന്നപ്പോൾ 25 രൂപയും ആലപ്പുഴയിൽ നിന്ന് ബസ് കയറി ബോട്ട് ജെട്ടി വന്നപ്പോൾ 13 രൂപയും ഇപ്പോഴത്തെ 28 രൂപയും കൂടെ ടോട്ടൽ ഇപ്പം 66 രൂപയാണ് നമ്മളുടെ ആകെ ചിലവ്. അതായത് നമ്മളിനി കോട്ടയം വരെ പോകാൻ ഈ ബോട്ട്
ഈ ബോട്ടിനകത്ത് നമ്മളിപ്പോൾ കോട്ടയം വരെ പോകുന്നതിന് നമ്മുടെ ചിലവ് 66 രൂപയാണ്. പിന്നെ അതേ കണക്ക് എറണാകുളം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് രാവിലെ ആലപ്പുഴയിലോട്ട് വരാൻ ട്രെയിനുകളുണ്ടല്ലോ. ആലപ്പുഴ എക്സ്പ്രസ് സ്പെഷ്യൽ, ആലപ്പുഴ എക്സിക്യൂട്ടീവ്, അങ്ങനെ ഏതോ ഒരു ട്രെയിൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ വന്നാലും തിരിച്ചു പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. തിരിച്ചു പോകുന്നത് എന്തായാലും പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾ കാണും നല്ല രീതിയിൽ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ ആലോചിക്കും. ഒരു 1 ഡേ ട്രിപ്പ് ഏതെങ്കിലും വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ വരുന്ന ട്രെയിൻ എപ്പോഴായിരുന്നു അവൈലബിലിറ്റി ഇല്ലെന്ന് ഓർമ്മയുണ്ടല്ലോ, ഏത് ദിവസം. അതായത് നമ്മൾ ആലപ്പുഴയിലോട്ട് വന്ന ട്രെയിൻ ഞായറാഴ്ച സർവീസ് ഇല്ല, ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. 9:05 എടുക്കുന്നത്. അപ്പം നമ്മൾ വന്ന എല്ലാം വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവുക. അതായത് കായലിൻ്റെ ഭംഗിയും ഇതേ കണക്കത്തുള്ള ഹൗസ് ബോട്ടിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കണം. എത്രത്തോളം എനിക്ക് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ കാണിക്കും. അപ്പോൾ ഇവിടെ ഇരുന്ന് കാണുന്നതിനെക്കാട്ടിയും ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് പോകാൻ നോക്കണം. സോളോ എങ്കിൽ സോളോ, എങ്ങനെയാണെങ്കിലും യാത്രകൾ എപ്പോഴും നല്ലതാണ്, മനോഹരമാണ്. അത് ഞാനൊക്കെ വെറും ട്രെയിൻ ഭ്രാന്തനാണ്, ട്രെയിൻ ജേണിയാണ് കംപ്ലീറ്റ്ലി. അപ്പോൾ ഈ ഒരു ചാനലും ഫുള്ള് ട്രെയിനിൻ്റെ ഇതേ ഒരു ചേട്ടൻ സോളോ ഓടിക്കുന്നു ബോട്ടി കണ്ടോ നിങ്ങൾ. അടുത്തുനിന്ന് കിട്ടാൻ സൂം ചെയ്ത് നോക്കട്ടെ. നമ്മളിവിടെ പുറത്തുനിന്ന് നമ്മളിപ്പം ബൈക്കിലും സ്കൂട്ടറിലും വണ്ടിയിലൊക്കെ പോകുന്നതാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഫുള്ള് ഇതിൻ്റെ കളിയല്ലേ, ഫുള്ള് ബോട്ടും എല്ലാവരും സ്കൂളിൽ പോകുന്നതാണെങ്കിലും ഹോസ്പിറ്റലിൽ പോകുന്നതാണെങ്കിലും എല്ലാം. വേണ്ട നമ്മളെ സോളോ അടി ചേട്ടൻ വെച്ച് പറപ്പിക്കുന്നു. പുറത്തൊക്കെ ഫുള്ള് പായൽ. ഇത് നോക്കിയേ, അതുപോലെ വീടുകൾ കിടക്കുന്ന ഹൗസ് ബോട്ടാണ് കേട്ടോ. അതൊക്കെ ഫുള്ള് ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇതും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം 50 രൂപയ്ക്ക് കാട്ടിനകത്തൂടെ ട്രെയിനിൽ പോയത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. കന്യാകുമാരി 35 രൂപയ്ക്ക് പോയത് വേറൊരു എക്സ്പീരിയൻസ്. അപ്പം എല്ലാം സോളോയ്ക്ക് പറ്റിയൊരു വൈബ് ഉണ്ട് കേട്ടോ എല്ലാം. അപ്പം നിങ്ങൾ സോളോ അടിച്ചാലും ഫ്രണ്ട്സിനോട് അടിച്ചാലും ഇത് കാണുന്നത് പോലെ ഇടയ്ക്കൊക്കെ യാത്രകൾ ചെയ്യാനും കൂടെ ശ്രമിക്കുക. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നത്. വലിയ ബഡ്ജറ്റൊന്നും ഇല്ലല്ലോ, നമുക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാമിലി ആയിട്ട് വരാം. പിള്ളേരൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരാം, എല്ലാവരെയും കൊണ്ട് കാണിക്കാം. ഇതുപോലത്തുള്ള നല്ല കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഈ ട്രെയിനകത്തുള്ളവരൊക്കെ ഭയങ്കര സഹകരണമാണ്. അവരിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ എന്തോ പറയുന്ന നല്ല സഹകരണമാണ് കേട്ടോ എല്ലാവരും. അവിടെ ഇതിനകത്ത് നമ്മളെ സ്രാങ്ക് ചേട്ടൻ ഇതായിരിക്കുന്നത്. സ്രാങ്ക് പിന്നെ 1-2 പേരുണ്ട് ഈ വണ്ടി അടുപ്പിക്കാനായിട്ട് സ്റ്റോപ്പിന് സെറ്റാക്കി വെക്കാനുള്ളവരുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ അതെന്തോ ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ വണ്ടി ഓടിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ട്, ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇപ്പം ഇഷ്ടംപോലെ പായലുകൾ നിങ്ങൾ കണ്ടില്ലേ. നമ്മളിപ്പോൾ ഈ കോട്ടയം ഭാഗത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഒരുപാട് പായലുകൾ കയറും. അതായത് ഈ എഞ്ചിൻ കൂളിങ് ചെയ്യുന്നിടത്തും പിന്നെ പ്രൊപ്പറേറ്ററോ അങ്ങനെ എന്തോ പറയാം ഒരു സംഭവം അതിനകത്ത്. അപ്പോൾ ഈ ഇതിനകത്തുള്ള ഒന്നെങ്കിൽ സ്രാങ്ക് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആരാണോ അവർ അതിനകത്ത് വെള്ളത്തിൽ ഇറങ്ങി അതൊക്കെ ക്ലീനാക്കി ഒരു 2-3 വട്ടം അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ കോട്ടയം ഭാഗത്തോട്ട് പോകുമ്പോഴാണ് കുഴപ്പം, ഇല്ലാത്തപ്പോൾ കുഴപ്പമില്ല. എന്നിരുന്നാലും ഇത് അവരുടെ സ്ഥിര ജോലിയാണ്. അതൊരു സംഭവമാണ്. ഞാനങ്ങനെ ആരും അങ്ങനെ വീഡിയോ എടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. എന്നിരുന്നാലും ഇന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാനത് എന്തായാലും വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ അതേ കണ്ടില്ലേ അടുക്കിന് ഹൗസ് ബോട്ടുകൾ കിടക്കുന്നത്. നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ കാണുന്നത്? ഞാനാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ട്രെയിൻ ജേണീസ് മാത്രമേ ചെയ്തോളൂ, ഈ സ്റ്റേഷൻസ് കവർ ചെയ്ത് കാര്യങ്ങളൊക്കെ. എന്നാലും ഇന്ന് നിങ്ങളെ ഇത് കാണിക്കുന്നത് ട്രെയിനിൽ നിങ്ങളെയൊക്കെ എനിക്ക് യാത്ര ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതാണ് എൻ്റെ മെയിൻ എയിം. നിങ്ങൾ കുട്ടനാട് എങ്ങനെ വന്നാലും ട്രെയിനിൽ വരണം, അത്രയേ ഉള്ളൂ. എനിക്കതാണ് ഇഷ്ടം. എൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞ് നിങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല. എനിക്ക് ഭയങ്കര പാഷനാണ് ഈ റെയിൽ ഫാനിങ്, അതായത് ട്രെയിൻ ജേണീസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ ഏത് തരം വീഡിയോ എൻ്റെ ചാനലിൽ വന്നാലും അത് ഫുള്ള് ട്രെയിനുമായിട്ട്, അതായത് ട്രെയിൻ ജേണീസായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. ഇപ്പോൾ ഇതാണെങ്കിലും ഇതുപോലത്തുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 1 ഡേ ട്രിപ്പായാലും 2 ഡേ ട്രിപ്പാണെങ്കിലും ട്രെയിൻ ജേണീസ് വഴി നിങ്ങളെ അറിയിക്കുക. പിന്നെ ഇല്ലെങ്കിൽ ട്രെയിൻ ജേണീസ് കംപ്ലീറ്റ്ലി സ്റ്റേഷൻസ് ആയി കവർ ചെയ്യുക. അതായത് എനിക്ക് ഒരുപാട് ട്രെയിൻ ജേണീസ് ചെയ്യണം. എനിക്ക് ഒരുപാട് ആൾക്കാർ കമൻറ്റായിട്ടൊക്കെ പറഞ്ഞായിരുന്നു അത് കുറച്ച് ട്രെയിൻ ജേണീസ് ലിസ്റ്റ് അതൊക്കെ ചെയ്യണം, എല്ലാം ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ ബഡ്ജറ്റ് ട്രിപ്പായിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണിക്കും. അതും ട്രെയിനും. ഇപ്പോൾ മനസ്സിലായില്ലേ, കൊല്ലത്ത് നിന്ന് ആലപ്പുഴ വരുന്നതാണെങ്കിലും എറണാകുളത്ത് നിന്ന് ആലപ്പുഴ ട്രെയിൻ വരികയാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എത്തേണ്ട ഒരു ഏകദേശ രൂപം പിടികിട്ടിയല്ലോ. എങ്ങനെയാണ് ഇവിടെ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ എത്തേണ്ടത് കാര്യങ്ങളെന്നൊക്കെ. അറിയാവുന്നവരും ഉണ്ട്, അറിയാത്തവരും ഉണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇതൊക്കെ ഹൗസ് ബോട്ടാട്ടോ, ഇതിനൊക്കെ അത്ര റേറ്റൊന്നും കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ അത് വേണമെങ്കിൽ തിരക്കാം നിങ്ങൾക്ക്. ഇവിടെ വരുമ്പോൾ തന്നെ അവിടെ സംഭവം ഈ ബോട്ട് ജെട്ടിയിലെല്ലാം സെറ്റപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ പെട്ടെന്ന് അകത്ത് കയറേണ്ടി വന്നത് ഈ സൈഡ് വിൻഡോ സീറ്റ് പിടിക്കാനുള്ള ആവേശമായിരുന്നു. പക്ഷേ പതുക്കെ ആയിരുന്നാലും സൈഡ് വിൻഡോ സീറ്റ് എനിക്ക് കിട്ടിയേനെ. കാരണം കുഴപ്പമൊന്നുമില്ല, നമുക്ക് കിട്ടിയേനെ. ഞാൻ പിന്നെ വന്നിരുന്നു. നമ്മളെ സ്രാങ്ക് ചേട്ടൻ തോടെ ഇരിപ്പുണ്ട്. ആദ്യത്തെ സ്റ്റോപ്പ് ഇതാ കണ്ടില്ലേ, അത് 2 പേര് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതിൽ ഒരു ബ്രോ വെളിയിൽ, മറ്റേ ബ്രോ അകത്തായിരുന്നു. അങ്ങനെ ആയിരുന്നു സെറ്റപ്പ്. അപ്പം ഞാൻ നല്ലതുപോലെ എടുത്ത് കാണിച്ചു തരാം കുറച്ച് കഴിയട്ടെ. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട്. കുറച്ച് സ്റ്റോപ്പ്, ഒരു 10-12 സ്റ്റോപ്പ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഓൾറെഡി ഒഴിയും. അപ്പോഴത്തേക്കും പിന്നെ ആരും കാര്യങ്ങളൊന്നും കാണത്തില്ല. എന്നിരുന്നാലും ഇപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, ഞാൻ ഈ പുറമേ ഉള്ള കാഴ്ചകൾ നിങ്ങളെ നല്ലതുപോലെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ്
ഈ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാണിക്കേണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് വിഷ്വൽസൊക്കെ ഏകദേശം ഇഷ്ടപ്പെടുന്നുണ്ടോ? കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇതൊക്കെ നേരിട്ട് വന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരിക്കും കേട്ടോ. അതിപ്പോൾ സോളോ ആവണമെന്നില്ല, ഞാൻ സോളോ ആണ് അടിക്കുന്നത് മൊത്തവും. അപ്പം വല്ലപ്പോഴും ഒക്കെ ലൈഫിലൊന്ന് സോളോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതാണ്. അതൊരു പ്രത്യേക ഫീലായിരിക്കും. ഇതൊരു വീടിൻ്റെ ഫ്രണ്ടിൽ ഹൗസ് ബോട്ട് പണിയുന്നു, അതിൻ്റെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. വീടിൻ്റെ ഫ്രണ്ടിൽ വർക്കൊക്കെ നടക്കുക ഹൗസ് ബോട്ടിങ്ങിൻ്റെ. നമുക്ക് ചുറ്റും വീടുകൾ, നമുക്ക് കാണുമ്പോൾ ഒരു കൗതുകമാവും, അവർക്ക് പക്ഷെ അങ്ങനെയൊന്നും കാണത്തില്ല, ഇല്ലയോ? നമ്മളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസത്തിൻ്റെ ഒരു ഭാഗമൊക്കെ ആയിട്ടല്ലേ ഇവിടെ വരുന്നത്, സ്ഥിര താമസക്കാരല്ലല്ലോ ഇവിടെ സ്ഥിരം താമസിക്കുന്നവർക്ക് ചിലപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ഈ മഴക്കാലം ആകുമ്പോഴാലും പ്രളയമൊക്കെ കേട്ടിട്ടുണ്ട്, അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ അവർ നല്ല രീതിയിൽ എന്താ പറയുന്ന ഫേസ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് വീടൊക്കെ തൊട്ട് ഫ്രണ്ടിൽ കായലതേ അവിടെ ചെഗുവരയുടെ ഒരു സംഭവമായിരുന്നു കേട്ടോ, മറ്റേ നിർത്തുന്ന. ഇവിടെ അടുത്തായിട്ട് ഇത് നെഹ്റു ട്രോഫി ആരോഗ്യ കേന്ദ്രം, തൊട്ടടുത്തായിട്ടൊരു അംഗൻവാടിയൊക്കെ ഉണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ സൂം ചെയ്തേക്കുവാണേ, ഫോണിൻ്റെ ക്ലാരിറ്റി പ്രശ്നമാണ്, എന്നിരുന്നാലും മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതേ അടുത്ത ഏതോ ഒരു സ്റ്റോപ്പ് നമ്മുടെ ബ്രോ കയറൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ച് സ്റ്റോപ്പ് കഴിഞ്ഞതായിരുന്നു കേട്ടോ അത് ആക്ച്വലി. തന്നെ സ്റ്റോപ്പ് കഴിഞ്ഞതാണ്. ഞാൻ കാണിച്ചു തരാം, നല്ലതുപോലെ ഞാൻ കാണിച്ചു തരാം. എന്നിരുന്നാലും ആൾക്കാരൊക്കെ ഒന്ന് കുറേ അതേ പോന്നു. കുഞ്ഞൻ ഹൗസ് ബോട്ട് 2 എണ്ണം, നല്ല രസമുണ്ട് കേട്ടോ. വലിയ വെയിലൊന്നുമില്ല, നല്ല കാറ്റ്, ഒരു പ്രത്യേക ഫീല്. പിന്നെ നിങ്ങൾ മിഡ് മോർണിംഗ് സ്നാക്കൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ടൈം ആകുമ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെച്ചിരിക്കണം. 3.5 മണിക്കൂറാണ്, ചുറ്റും കടയൊന്നുമില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് വെള്ളം, പിന്നെ എന്തെങ്കിലും, പിന്നെ ഫുഡ് മറക്കരുത്. ലഞ്ച് നമുക്കൊരു സമയമാകുമ്പോൾ വിശക്കും ഉറപ്പാണ്. ഈ കരയിൽ കൂടെ പോകുന്ന കണക്കല്ല, ഈ ഇതിനകത്തോടെ പോകുമ്പോൾ വിശപ്പടിക്കും പെട്ടെന്ന്. നോക്കിയേ ഓരോ വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ ചുറ്റും കായൽ. ഇതേ 2 ലിറ്റിൽ പയ്യന്മാർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, പെട്ടെന്നങ്ങ് പോയവന്മാർ. നമ്മൾ വീട്ടിൽ നമ്മളെ പിള്ളേരൊക്കെ സൈക്കിളിലും ഇതൊക്കെ പോകുന്നതാണെങ്കിൽ ഇവിടുത്തെ ഉള്ളവരുടെ ഏകാശ്രയം വെള്ളവും കാര്യങ്ങളൊക്കെ ആണല്ലോ എല്ലാത്തിനും, അല്ലേ? എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്കിതൊരു ടൂറിസം ആണെങ്കിലും അവർക്ക് അവരുടേതായ വയറ്റിപ്പഴപ്പും കാര്യങ്ങളൊക്കെയാണ്. ഓരോരുത്തർക്കും ഓരോ ജീവിതങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ച് തീർക്കണം, ഇല്ലയോ? എന്തായാലും പുതിയ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാവാതിരിക്കട്ടെ, ലൈക്ക് പ്രളയം അതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ. ബാക്കിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ടൂറിസം പക്ക. കേരളം ഗോഡ്സ് ഓൺ കൺട്രി, ലൈക്ക് എന്തോ പറയുന്നത്, എല്ലാവരും ഒരുപാട് ഫോറിനേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. കൊള്ളാം അല്ലേ? നിങ്ങൾക്ക് കാഴ്ചകൾ എത്രത്തോളം ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം. നമുക്ക് അപ്പുറത്ത് മൊത്തവും തെങ്ങും തോപ്പുകൾ. കഴിഞ്ഞ ദിവസം നമ്മൾ കാട്ടിലായിരുന്നെങ്കിൽ ഈ വട്ടം നമ്മൾ കായല്ല, ബോട്ടിലാന്നേ ഉള്ളൂ ആഗ്രഹത്തിൽ. ഒരു ചേച്ചിയും ഒരു മോളും ആട്ടോ നടന്നു പോകുന്നത് വരമ്പിൽ കൂടെ. ഇതേ അവിടെ ഒരു വീട്, ഓടിട്ടേക്ക് വീട്, നല്ല രസമുണ്ടല്ലേ? ഒരു ചേട്ടൻ അവിടെ നൈസായിട്ട് നിന്ന് കുളിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് ഫിഷിങ്, പിന്നെ ഈ ഹൗസ് ബോട്ടിങ്, പിന്നെ കൊച്ചു ഹൗസ് ബോട്ട് കാര്യങ്ങൾ, അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഉപജീവനവും കാര്യങ്ങളൊക്കെ. അപ്പുറത്ത് പാടമാണെന്ന് തോന്നുന്നു കേട്ടോ, നെൽപ്പാടം, കൃഷി, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നമ്മുടെ ഈ ശരിക്കും ഞാൻ കാര്യം വെച്ചിട്ട് ഇവിടെ നമ്മുടെ കോട്ടയത്ത് ആലപ്പുഴയിൽ നിന്ന് കോട്ടയം വരെ 29 രൂപയല്ലേ ടിക്കറ്റ്. ബസ്സിലാണെങ്കിൽ നല്ല പ്രൈസ് ആകുമായിരിക്കില്ല. ഞാൻ അങ്ങനെ KSRTC ബസ്സിൽ യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടിക്കറ്റൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലേ? ഇന്നത്തെ നമ്മുടെ ഈ ട്രിപ്പ് ഫുള്ളി ബഡ്ജറ്റ് ട്രിപ്പ്, ഭയങ്കര ബഡ്ജറ്റ് ട്രിപ്പാണ് ഇല്ലേ? എന്നുവെച്ചാൽ സാധാരണക്കാർക്ക് സിമ്പിളായിട്ട് പോകാൻ, സോളോ ആണെങ്കിലും അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകാനാണെങ്കിലും ചില്ലായിട്ട് പോകാൻ പറ്റിയ ഒരു ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ട്രിപ്പ് തന്നെ അല്ലേ? എല്ലാം ഓൾമോസ്റ്റ് നമ്മളെ ബസ്സിനെക്കാട്ടി കുറച്ചുകൂടെ കെയർ ചെയ്ത്, എന്ന് വെച്ചാൽ അതായത് ഇതിനകത്ത് ഡ്രൈവറിന് വരാം. ബസ്സിൽ ഡ്രൈവർ നമ്മുടെ ഇതിനകത്ത് ലോക്കോ പൈലറ്റ് ആണെങ്കിൽ ഇത് നമ്മുടെ ഫ്രാങ്ക് ഏട്ടൻ, പിന്നെ 2 കണ്ടക്ടർ ഏട്ടൻ താണ്ട ഒരു ടിക്കറ്റ് എടുക്കുന്നത്, പിന്നെ സ്റ്റോപ്സിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും അത് ഞാൻ കാണിച്ചു തരാം പുള്ളി ചെയ്യുന്ന എന്തുവാണ്. പിന്നെ ടോട്ടലൊരു 2-3, പിന്നെ എൻജിൻ കൺട്രോൾ ചെയ്യാൻ ഒരു ചേട്ടൻ. അങ്ങനെ 2, 3, 4 പേരോളം ഉണ്ട് ഒരു ബോട്ടിനകത്ത് കേട്ടോ. നല്ല രസമുണ്ടല്ലേ ആ വീടൊക്കെ കാണാൻ? നല്ല കാഴ്ചകളാണ്. നേരിട്ട് വന്ന് നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ. അവിടുന്ന് വന്നതാന്ന് തോന്നുന്നു, നമ്മുടെ കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലോട്ട് പോകും. അതും ഗവൺമെൻറ് തന്നെ, ഗവൺമെൻറ് സർവീസ് തന്നെ. ഇപ്പോൾ ഒരു സ്റ്റോപ്പ് എത്തുന്നതോ നിങ്ങളത് കണ്ടില്ലേ? അങ്ങൊരു സ്റ്റോപ്പാണ്. ഇതേ പുള്ളി ചെയ്യുന്ന കണ്ടോ? ഇതേ കണക്കാണ്. സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്കും ഇങ്ങനെ പിടിച്ചാളെ കയറ്റിയിട്ട് ആൾ പോകുമ്പോഴത്തേക്ക് ഇതേ കണക്ക് തള്ളി, എന്നിട്ട് നമ്മുടെ ബ്രോ നൈസായിട്ട് ചേട്ടനകത്തോടും. അപ്പുറത്തൊരു പുള്ളിയെ കണ്ടില്ലേ? ഇവർ 2 പേരുമാണ് ചെയ്യുന്നത്. ഇവിടെ അടുത്തായിട്ടൊരു കൊള്ളാം വീടാണോ അത്? എന്തോ സ്മാരകമാണ്, എന്തോ വീടാണെന്ന് തോന്നുന്നു, അറിയത്തില്ല കേട്ടോ.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 80ഓളം സ്റ്റോപ്പുകളിൽ നിർത്തണമെങ്കിൽ എല്ലാവരുടെയും ആശ്രയം ഈ ബോട്ട്, വള്ളം, ഇതേ കണക്കത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് എവിടെ ആയിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ, കണ്ടോ നിങ്ങൾ? അതെന്തോ സംഭവം, ജെറ്റ് ബോട്ടോ, പറപ്പിക്കാനുള്ള സെറ്റപ്പാന്ന് തോന്നുന്നു ബ്രോ. ഫുൾ ഓണ് പറപ്പിക്കുന്നു, വെച്ചതോ പറന്ന്. ഇതേണക്കത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഇങ്ങനെ പലതരം ഹൗസ് ബോട്ടുകളുടെ മേളമാണ്. നിങ്ങൾക്ക് അടിക്കില്ല. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ ട്രെയിൻ കിടക്കുന്നത് എങ്ങനെയാണ്, അതേപോലെ അതിലേയും കാട്ടി അടിപൊളിയായിട്ട് അവിടെ ഫുള്ള് ഏത് ഭാഗത്ത് നോക്കിയാലും ചെറുക്കനെന്ന് ബ്രോതോ നിന്ന് പറപ്പിക്കുന്നു. ഇതേണ്ട അടുത്തൊരു സ്റ്റേഷൻ അടുത്തൊരു സംഭവത്തിനകത്തോട്ട് എത്തിയിരിക്കുകയാണ്, സ്റ്റോപ്പിലോട്ട്. സ്റ്റേഷൻ എന്നേ വായു വരുന്നുള്ളൂ. അടുപ്പിച്ചു, പക്ഷെ നെയിം ബോർഡ് ഇല്ല കേട്ടോ. ഇവിടെ ഏതോ ഒരു ഭാഗമാണ്. അവിടെ എന്തായാലും വന്ന് നമ്മുടെ ബോട്ട് ചവിട്ടി നിർത്തിയിട്ടുണ്ട്. ചേട്ടൻ സെറ്റായിട്ടുണ്ട്, ഇത് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ പുള്ളി ചെയ്യുന്നത്? ഇതേ കണക്കാണ്, ഇത്രയേ ഉള്ളൂ. തിരിച്ചകത്ത് ഇതേ നമ്മളെ ടിക്കറ്റ് തന്ന ചേട്ടൻ ഇവിടെ ആയിരിക്കുന്ന പുള്ളി സ്രാങ്കോ സ്റ്റിയറിംഗ് ഒക്കെ ഇട്ട് കറങ്ങുന്ന പറപ്പിക്കുക വണ്ടി. തൊഴിലുറപ്പ് വരെ ചേച്ചി വരാൻ തോന്നുന്നു വള്ളത്തിൽ വരും. നോക്കി തന്നെ കൊള്ളാല്ലേ, എല്ലാവരും കൂടെ ഇരിക്കുന്ന നോക്ക്. ഇതേണക്കത്തുള്ള കാഴ്ചകളെ കണ്ട് നല്ല മൂടാവും കേട്ടോ. വിശപ്പ് എനിക്ക് ഇപ്പോഴേ അടിക്കുന്നുണ്ട്. സമയം ഒരു 12-12:30 കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. വിശപ്പടിക്കുന്നുണ്ട് ഇപ്പോഴേ. എന്തായാലും ചോറ് ഇരിപ്പുണ്ട്, 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ അടുത്തൊരു സ്റ്റേഷൻ, അവിടെ ഒരു ചേട്ടനും ചേച്ചിയല്ല, ഇച്ചിരി പ്രായമുള്ളവരാണ്. അപ്പം അവർ രണ്ടുപേരും വെയിറ്റിംഗ് ആണ് നമ്മുടെ ഈ ബോട്ടിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് അവരെ പിക്ക് ചെയ്യണം. ഇതേ വീണ്ടും നമ്മുടെ 2 സൈഡിലായിട്ടുണ്ട് കേട്ടോ, അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട്. അപ്പോൾ ഒരു സൈഡ് ഇപ്പുറത്തെ സൈഡാണെങ്കിൽ അടുത്തത് അപ്പുറ സൈഡായിരിക്കും. ഞാൻ പറഞ്ഞ സ്റ്റോപ്പിൻ്റെ കാര്യമാണേ. വീണ്ടും കായൽ ഭംഗി, വേമ്പനാട് കായൽ, പുന്നമടക്കായൽ, അങ്ങനെല്ലാം കണ്ട് കോട്ടയത്തേക്ക് പോവുകയാണ് നമ്മൾ. ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നൊരു കാഴ്ചയുണ്ട്. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പോകുന്നത്. കാണാൻ പോകുന്നതെന്നല്ല, കാണേണ്ട കാഴ്ച തന്നെയാണ്. ശരിക്കും പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കണ്ടിട്ടില്ലാത്തവർക്കുണ്ടെങ്കിലും ഞാൻ പറയാം. ഇതിപ്പോൾ എവിടെ എത്തിയെന്ന് ഞാനൊന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നെയിം ബോർഡ് നോക്കട്ടെ. ഇത് കണ്ടില്ലേ, ഇൻലാൻഡ് നേവിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മാർത്താണ്ഡം നോർത്തോ അങ്ങനെ എന്താണ്ടാ. ഇവിടെ സംഭവം വണ്ടി നിർത്തിയിട്ടിരിക്കുക, ഓഫാക്കിയിട്ടിരിക്കുക. സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ നിങ്ങളടുത്തൊരു സംഭവം പറഞ്ഞില്ലായിരുന്നോ, പ്രൊപ്പലർ. അപ്പം അതിനകത്ത് എന്തോ സംഭവം ഇങ്ങനെ കൊടുക്കും, നമ്മൾ ഈ പായലോ കാര്യങ്ങളും വേസ്റ്റൊക്കെ. അപ്പം ഈ റൂട്ട് പോകുമ്പോൾ ഉള്ളതാണ് അത്. അപ്പോൾ അത് ക്ലീനാക്കാൻ ഇതിലേ ഉള്ളൊരു ജീവനക്കാരെ ഇപ്പോൾ വെള്ളത്തിലിറങ്ങി, പുള്ളി ഡ്രസ്സൊക്കെ മാറി ഇപ്പോൾ ഇറങ്ങി. ഇതാണ്ട് ഇപ്പോൾ പൊങ്ങി വരും അവിടുന്ന്. ഇവിടെ കിടപ്പം കൊണ്ടാ പൊങ്ങുന്ന പുള്ളിയാണ് ആ പൊങ്ങി വന്നത്. പുള്ളി ഇതിനകത്ത് ജീവനക്കാരനാണ്. പുള്ളി ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതേണക്ക് സംഭവം. പുള്ളിയുടെ പേര് അജിൻ അമ്പാടി എന്നാണ് കേട്ടോ, ഒരു ചേറായിക്കാരനാണ്. ഞാൻ സംസാരിച്ചായിരുന്നു പുള്ളിയുടെ ആദ്യമേ. അപ്പോൾ ഇതൊരു നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി. ഏത് രീതിയിൽ നിങ്ങൾ എടുക്കത്തില്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. എനിക്കിതൊരു ഭയങ്കര സംഭവമായിട്ടാണ് കേട്ടോ തോന്നിയത്. അവർ ചെയ്യുന്ന ഏതൊരു ജോലിയാണെങ്കിലും അവരുടെ ജോലിയുടെ ഭാഗത്തിൻ്റെ ആണെങ്കിലും ചെയ്യുന്നതൊരു വലിയ സംഭവമാണ്. കാണുന്നതും നമുക്കൊരു സന്തോഷമോ സങ്കടമോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങളെയും കൂടെ എനിക്കൊന്ന് കാണിക്കാൻ തോന്നി. അപ്പോൾ കണ്ടിട്ടുള്ളവരും ഉണ്ടായിരിക്കും, കാണാത്തവരും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇനിയും കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട്, അതായത് കോട്ടയൊക്കെ എത്താറാകുമ്പോഴത്തേക്ക് ഇനിയും ഒരുപാട് കാണുമെന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് അവർക്ക് വീണ്ടും ഇത് കണക്ക് ഇതിലെ ജീവനക്കാർ തന്നെ ഇറങ്ങി, ആരെങ്കിലുമൊക്കെ ഇറങ്ങും. ചിലപ്പോൾ ഓടിക്കുന്ന സ്രാങ്ക് വരെ ഇറങ്ങുമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പുള്ളി ഇറങ്ങി സഹായിക്കും. അങ്ങനെ ആരാണോ വേർതിരിവില്ലാതെ ആര് വേണമെങ്കിലും ഇറങ്ങി ചെയ്യും. എന്നിരുന്നാലും അവർ ചെയ്യുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ നമ്മുടെ ബോട്ടിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ജനാലിലോ വാതിൽപ്പിടിയിലോ യാത്ര പാടില്ല. അതായത് ജനാലയുടെ ആ സംഭവമായിരിക്കും. പിന്നെ ഈ പറയുന്ന കണക്ക് ഇതേ കണ്ടില്ലേ, ആൾക്കാരൊക്കെ ഒരുവിധം ഉണ്ട്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴേ കുറയത്തുള്ളൂ. എന്നിരുന്നാലും എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല കാഴ്ചകൾ, നല്ല കായൽ ഭംഗിയും അതിന് ചുറ്റും ഓടിക്കൊണ്ട് പോകുന്ന വലിയ ബോട്ടുകളും ഹൗസ് ബോട്ടുകളൊക്കെ കണ്ട് നല്ല രീതിയിൽ ആസ്വദിച്ച് തന്നെ പോകാൻ പറ്റിയ അടിപൊളിയായിട്ട് ഇത്രയും ലോ ബഡ്ജറ്റ് ട്രിപ്പായിട്ടുള്ളൊരു വേറൊരു കാര്യം നിങ്ങൾക്കിനി കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങളിത് മസ്റ്റ് ട്രൈ ആണ്. ഇത് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. പലതരം ആൾക്കാർ നമ്മൾ ഹൗസ് ബോട്ടിൽ പോകുന്നതൊക്കെയല്ല, നമ്മളത് വേറെ വൈബ്. ഇത് നമ്മുടെ സാധാരണക്കാരുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യുക, സാധാരണക്കാരായിട്ട്, അതും ഈ കേരള സർക്കാരിൻ്റെ ബോട്ടിൽ. അപ്പോൾ അതൊരു വേറൊരു അനുഭവമായിരിക്കും. പലതരം ആൾക്കാർ, പലതരം വൈബ്, മനസ്സിലായോ? അപ്പോൾ അത് നിങ്ങളൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഇനി നല്ല കാഴ്ചകളൊക്കെ നല്ലതല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ കാണുന്നതൊക്കെ? ഇത് അങ്ങ് ദൂരെ. ഇതാണ് നമ്മുടെ സ്രാങ്ക് ചേട്ടൻ.
പുള്ളി വണ്ടി സ്ലോ ഒക്കെ ആക്കി എവിടെയോ ഒരു സ്റ്റോപ്പ് എത്താറായി. എനിക്കാണെങ്കിൽ സമയം 1 മണി കഴിഞ്ഞ് വിശക്കുന്നത്. നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ. ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് എടുത്തുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ബാക്കിലോട്ട് പോയിരിക്കും. ആളൊക്കെ കുറഞ്ഞു ഇപ്പോൾ നമ്മുടെ ബോട്ടിനകത്ത്. ദേ അവിടെ അടുത്തായിട്ടൊരു കൊച്ചു റിസോർട്ട് കാര്യങ്ങളൊക്കെ ചെറുതൊരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയോധ്യ അയോധ്യ ഹോട്ടൽ റിസോർട്ടും ഹോമൊക്കെ ഹോം സ്റ്റേ ഒക്കെ ആയിരിക്കാം. എന്തായാലും ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ ഇതേ കണ്ടില്ല, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണിത്. കുറച്ച് ചോറ്, പിന്നെ അതിനകത്ത് തൈരുണ്ട്, അതെനിക്ക് മനസ്സിലായി കുപ്പി കണ്ടപ്പോഴേ. മദർ സ്പെഷ്യൽ ഫുഡാണ്. ഞാൻ പിന്നെ വെജിറ്റേറിയനാണ്, അതുകൊണ്ട് ഇതേ തോരൻ, പിന്നെ ഇച്ചിരി ചമ്മന്തി, അച്ചാർ, സലാഡ്, തൈരും സലാഡ് മതി. ശുഭം, ഇന്നത്തേക്കുള്ളതായി. അപ്പം ഞാൻ ആഹാരം കഴിച്ചിട്ട് വരാം. നല്ല വിശപ്പ്. അപ്പോൾ വയറ് നിറച്ച് നല്ല ചോറ് കഴിച്ചത്. ടിക്കറ്റ് ഇല്ലാത്ത യാത്ര ശിക്ഷാർഹമാണ് എന്നുള്ള ബോർഡ്. നമ്മൾ ബാക്ക് സൈഡിലാണ് ഇരുന്നത്. പിന്നെ ഇതാണ് ബാത്റൂം. നൈസ് ബാത്റൂമാണ്. കയറണം എന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഒരു ബോട്ടിനകത്തൊക്കെ എത്രത്തോളം അറിയാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ബാത്റൂമുണ്ട്. അതായത് നമുക്ക് ബോട്ട് നമ്പർ 8, കൺസ്ട്രക്ഷൻ 1976, പാസഞ്ചർ കപ്പാസിറ്റി 82 ഇത് സംഭവം. ഇതിൻ്റെ എഞ്ചിനാണ്. എഞ്ചിനകത്ത് നമ്മളാ ചേട്ടനെ കാണണ്ടേ, ഇതാണ് ആ പുള്ളി. ഇവിടെ ഒരാളിരിക്കുന്നത്, പിന്നെ 2, ഇവരൊന്ന് 3, 4, ടോട്ടൽ 5 പേരാണ് കേട്ടോ. പറഞ്ഞപ്പോൾ 4 എന്നെങ്ങാണ്ടാണ് ഞാൻ പറഞ്ഞത്, തെറ്റിപ്പോയി. വേണ്ട മറ്റേ സാധനം ജാക്കറ്റുകൾ ഇട്ട് കൂട്ടിയിട്ടിരിക്കുന്നു. നമ്മളേറ്റവും ബാക്കിലാണ്. ഞാൻ കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിരുന്നതാണ്. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു കാഴ്ച. ആ വെള്ളം പോകുന്നുണ്ടോ, മറ്റേ എൻജിൻ കൂളിങ്ങിന്ന്. എൻജിൻ കൂളാകുമ്പോൾ അങ്ങനെ എന്തോ ആണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല. അറിയാവുന്നവരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തിട്ട്. എങ്ങനെയുണ്ട്, നല്ല ഭംഗിയല്ലേ. ഇനിയിപ്പോൾ കോട്ടയം ഭാഗത്തോട്ട് എത്തുമ്പോൾ ഞാൻ ഒരു പായലിൻ്റെ കാര്യം പറഞ്ഞില്ല. ഇത് നിങ്ങൾ ഫ്രണ്ടിലോട്ട് നോക്കിയാൽ മതി. ഇനി ഇതിൻ്റെ കൂമ്പാരമാണ് ഫുള്ള്. ഇതിപ്പോൾ 10 പങ്കോ അങ്ങനെ എന്തോ ഒരു സ്പോട്ടാണ്. 10 പങ്ക് കോട്ടയം ആ ഒരു ഭാഗത്തോട്ട് ഇപ്പോൾ കയറുമ്പോഴത്തേക്കും ഫുൾ ഇനിത് ഈ ഒരു സംഭവമാണ്. കോട്ടയം ഭാഗത്തോട്ട് കയറുമ്പോൾ അതാണ് പ്രശ്നം. അപ്പോഴത്തേക്ക് ഈ എൻജിൻ കൂളിങ്ങിൻ്റെ അടുത്തൊക്കെ എന്തോ പ്രശ്നമൊക്കെ വരുമ്പോഴത്തേക്കാണ് ഇതിലെ പുള്ളി ഇതിലും പിന്നെ പ്രൊപ്പലറും അതും കൂടെ ചെക്ക് ചെയ്യും. ഈ വേസ്റ്റോ പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും യാത്ര ചെയ്യാൻ. നിങ്ങൾ കാണുന്നില്ലേ ചുറ്റും ഈ സാധനം പായൽ. ഇത് തന്നെ ഇനി ഫുൾ അങ്ങോട്ട് 10 പങ്കയോ അങ്ങനെ എന്താണ് സ്ഥലം. 10 പങ്ക് കോട്ടയം. ഇതേ കണ്ടില്ലേ ഈ ഒരു സംഭവം. മറ്റേ കുളക്കോഴിയും കുളക്കൊക്കൊക്കെ ഇരിക്കുന്നു. പിന്നെ നമ്മളെ സാധാ കൊക്കും ഉണ്ട്. നോക്ക് ഫുള്ള് തന്നെ. ഇനി ഫുള്ള് കുറച്ച് നേരം വരെ ഇനി ഇതായിരിക്കും. വണ്ടി ഭയങ്കര സ്ലോയിലാണ് പോകുന്നത്. വെള്ളം പോലും കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? നോക്കുതാ നല്ല സ്ലോയിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പുറത്തൊക്കെ നല്ല തെങ്ങിൻ തോപ്പും കാഴ്ചകളൊക്കെ ഉണ്ട്. നമുക്കിനി ഇപ്പുറത്തെ കാഴ്ചയും കൂടെ നോക്കാം. കണ്ടില്ലേ ഫുള്ള് ഇത് തന്നെയാണ് അവസ്ഥ. ഇനി കുറച്ചിനിപ്പോൾ അടുത്ത് നമുക്കൊരു വണ്ടി നിർത്തുന്ന സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയിട്ട് ഇതിലൊരു പുള്ളിക്കാരൻ വീണ്ടും ഇറങ്ങേണ്ടി വരും. അങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. ഇതേ അപ്പുറത്ത് നല്ല കാഴ്ചയില്ലേ, പാടം, നല്ല കാറ്റുണ്ട്. ചൂടുണ്ടെങ്കിലും ചൂട് അറിയുന്നതേ ഇല്ല. നല്ല കാറ്റുണ്ട് എന്ന് വെച്ച് വെയിലില്ലെന്നല്ല, എന്നാലും പറഞ്ഞതാ. പിന്നെ വെള്ളം എടുക്കാൻ നിങ്ങൾ മറക്കരുത്. ഇമ്പോർട്ടൻ്റ് കാര്യം, വെള്ളം എടുക്കാൻ മറക്കരുത്. കയ്യിൽ വെള്ളം കാണണം, മസ്റ്റാണ്. ഏതാണ്ട് അടുത്തൊരു കൊച്ചി എന്തായാലും ഇവിടെ ഇട്ട് അവർ ചെയ്യത്തില്ല. ഒരു ചേട്ടൻ കയറുന്നുണ്ട്. പുള്ളിയൊക്കെ കയറി നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ ഞാനിനിപ്പോൾ ആ ഒരു കാഴ്ച കാണിച്ചു തരാം നിങ്ങൾ. നമ്മൾ കോട്ടയം ജില്ല ഓൾറെഡി കയറിയല്ലോ. അതേ ആ പുള്ളി, ഈ പുള്ളിയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ എന്നാണ് കേട്ടോ. രാഹുൽ എന്നാണ് പുള്ളി. ആലപ്പുഴയിൽ തന്നെ കൈനേരിക്കാരനാണ് പുള്ളി. ഇതോ ഇറങ്ങുവാണ്. കോസ്റ്റ്യൂമൊക്കെ കണ്ടല്ലോ. പുള്ളിയുടെ കോസ്റ്റ്യൂമൊക്കെ ഊരി വെച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങാനുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് പുള്ളി ഇതേ മറ്റേ എൻജിൻ്റെ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. ഇനി അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പുള്ളി അവിടെ വന്ന് അവിടെ നിന്നുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാൻ പോവുക. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊപ്പലറില്ലേ, അതിൻ്റെ ഭാഗത്തോട്ടും പുള്ളി പോവും. ഇതേ ഈ പുള്ളിക്കാരൻ കണ്ടോ നിൽക്കുന്ന, ഈ പുള്ളിയായിരുന്നു ആദ്യം ഇറങ്ങിയത്, നമ്മുടെ അജിൻ അമ്പാടി, ചേറായിക്കാരൻ. ഇപ്പോൾ ജീവനക്കാർ ഇതൊക്കെ ഒരു സംഭവം തന്നെയാണ്. എനിക്ക് ഭയങ്കര വലിയ സംഭവമായിട്ടൊക്കെ തോന്നുന്നത്. അവർ ജോലിയുടെ ഭാഗമാണല്ലോ അവർ ചെയ്യുന്നുണ്ടല്ലോ. കണ്ടില്ലേ നിങ്ങൾ, പുള്ളി നിന്ന് എടുക്കുവാണ് അതിനകത്ത് നിന്ന് കൈയിട്ട്. സ്ഥിരം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ബാക്ക് സൈഡാണ്, മറ്റേ പ്രൊപ്പലർ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടുന്ന് ആ പുള്ളി എടുത്തിട്ട് ദേ കയറി വരിക. എല്ലാം കഴിഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി. നമുക്ക് കോട്ടയം അടുപ്പിച്ച് എത്തിയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു വിഷ്വൽസ് നിങ്ങൾക്ക് എത്രത്തോളം എനിക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്നിരുന്നാലും ഒരുവിധം കാണിക്കേണ്ടുള്ളതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ വന്ന് നേരിട്ട് കാണണം. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലേ. നമ്മൾ കോട്ടയം എത്തിയിട്ടുണ്ട്. ഇതാണ് കോട്ടയം ബോട്ട് ജെട്ടി. 2:30 കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കറക്റ്റ് 2:30 കഴിഞ്ഞു സമയം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇനി തിരിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ പറയണ്ടേ. അപ്പോൾ നമ്മളെ ബോട്ട് ഇതാ കിടക്കുവാണ്. ഇനി ബോട്ടിങ്ങിൻ്റെ ടൈമിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നല്ലതുപോലെ കാണിച്ചു തരാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
ഇവിടെ എഴുതി വെച്ചേക്കുന്ന കാര്യം നിങ്ങൾ നോക്കണ്ട, ക്ലിയർ കുറവായിരിക്കും. എന്നിരുന്നാലും വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് തന്നെ വേറെ ഇതുണ്ട്. ഇത് ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയക്രമമൊക്കെയാണ്. ഇത് നിങ്ങൾ നോക്കിയിട്ട് ഇത് താഴെ നമ്പരും ഉണ്ട്. വിളിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് നമ്പറിൽ ചോദിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഞാൻ വന്ന കണക്ക് അതേ കണക്ക് വന്നാലും കുഴപ്പമില്ല. എന്നിരുന്നാലും കയ്യിൽ എല്ലാ സാധനങ്ങളും വേണം. ഫുഡ്, വെള്ളം മസ്റ്റാണ്. ചൂടത്ത് ഞാൻ വീണ്ടും പറയുന്നത്, അത്രത്തോളം ചൂടുണ്ടായത് കൊണ്ടാണ് വെള്ളം എടുക്കണം നിങ്ങൾ. ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല. നമ്മൾ വന്ന ബോട്ട് ഇത് നിങ്ങൾ ആ മേളിൽ കൂടെ വണ്ടി പോകുന്നുണ്ടോ, ഒരു പാലത്തിൻ്റെ മേളിൽ കൂടെ, അതാണ് ജംഗ്ഷൻ, കോട്ടയം ജംഗ്ഷൻ. ഇവിടുന്ന് ഈ വഴി കണ്ടോ, ആ വഴി അങ്ങോട്ട് നടന്നു പോകുമ്പോഴത്തേക്ക് ജംഗ്ഷൻ എത്തി. വലിയ ദൂരമൊന്നുമില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ബോട്ട് ജെട്ടിയുടെ ഫ്രണ്ടിൽ. ഇവിടുന്ന് കുറച്ച് നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. ഇത് നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് സമയം നോക്കണം. ഇതിൽ 11:30 ഉള്ളതെന്നാൽ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് വന്നത്. പിന്നെ അത് 2:30 ഉള്ളൂ ട്രെയിനെന്ന്. അതായത് ബോട്ടിങ്ങിൻ്റെ ടൈമിങ്സ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് പോസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കണം. ടിക്കറ്റ് റുപ്പീസ് 29 രൂപ, മറക്കരുത്. ഓക്കെ അല്ലേ? നമ്മളിത് വന്നത് ആ വഴിയാണ്. അവിടുത്തെ നേരെ വരുമ്പോഴത്തേക്കും ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ഈ വഴി നേരെ കയറി കഴിഞ്ഞാൽ ജംഗ്ഷനിലോട്ട് കയറാം. നമ്മൾ ഈ ഒരു കൊച്ചു വഴി കയറി വന്നില്ലേ, ഇത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് കേട്ടോ. ഇവിടെ അടുത്തായിട്ട് ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുമെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് ഒരു 3.5 കിലോമീറ്ററേ ഉള്ളൂ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലോട്ട്. അപ്പോൾ എന്തായാലും ബസ് കാത്ത് നിൽക്കാം. ഇവിടെ വരുമെന്നാണ് പറഞ്ഞത് നമ്മളെ ഈ ഓട്ടോ ചേട്ടൻ. ഇതേ അങ്ങോട്ട് നിന്നൊരു 5 മിനിറ്റ് പോലും ആയില്ല, ബസ് വന്നിട്ടുണ്ട്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ 10 രൂപയുടെ ഓട്ടോയേ ഉള്ളൂ. ഇവിടുന്ന് 10 രൂപയുടെ ബസ് ടിക്കറ്റ് ചാർജ് 10 രൂപയുള്ളേ. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി ബസ് എടുത്തിട്ടുണ്ട്. 10 രൂപയാണ് ടിക്കറ്റ്. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. 10 രൂപയുടെ ഓട്ടോ ആകുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഇനി റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് ബാക്കി കാര്യം പറയാവേ. റെയിൽവേ സ്റ്റേഷൻ അല്ല, അതായത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ബസ് സ്റ്റാൻഡ്, അതായത് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. നമ്മളെ ബസ് നമ്മളെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നടന്നങ്ങോട്ട് പോവാം. ബസ് തിരിഞ്ഞിടത്തോട്ടല്ലേ പോകുന്നത്, നമുക്കിതേ വലത്തോട്ടാണ് പോകേണ്ടത്. ആ പച്ച ബസ്സൊക്കെ കിടക്കുന്നുണ്ടോ, ആ വഴി. നമ്മൾ വന്ന വണ്ടി ഒതുക്കാൻ വന്നതാണേ, അതവിടെ ഒതുക്കിയിട്ടുണ്ട്. നമുക്ക് പോകേണ്ട വഴി ആ പച്ച ബസ് പോയതാ. അതുപോലെ അവിടെ ആയിട്ട് എഴുതി വെച്ചേക്കുന്നുണ്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ ആരം. നമുക്ക് സൂം ചെയ്ത് തരാം. കണ്ടില്ലയോ, റെയിൽവേ സ്റ്റേഷൻ. അപ്പം നമ്മളിനിതേ ഈ വഴി കൂടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. അപ്പോൾ ഇനി സ്റ്റേഷൻ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ അതേ ആ വഴി നടന്നു വന്നതേ കോട്ടയം റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. എത്തിയിരിക്കുകയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. അതിന് മുമ്പ് ഇപ്പോൾ വൈകുന്നേരം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഒരു ചായ കുടിക്കാനുള്ള സമയമായിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ നിൽക്കുക. സമയം എന്തോ 3:06. തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ചായക്കടയുണ്ട്, സസ്യഭോജനശാല. ഇനി ഇവിടുന്ന് ഒരു ചായ നമ്മളെ ബയ്യാടുത്തോ ബ്രോഡത്തോ പറഞ്ഞൊരു ചായ മേടിക്കണം. നമ്മുടെ കടികൾ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. കടിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പം 3:07. അവിടെ മറ്റേ ടീ ബാഗ് ഇട്ട ചായയായിരുന്നു, അതെനിക്ക് ഇഷ്ടമല്ല. ഇവിടുന്ന് സാധാരണ നമ്മുടെ ബ്രോയെ കൊണ്ടൊന്ന് ഒരു ചായ സെറ്റാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, വേറൊരു കടയിലോട്ട്. ഞാൻ മുമ്പേ കാണിച്ച കടയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നു. മറ്റേ ടീ ബാഗിൻ്റെ ടീ എനിക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. അതുകൊണ്ട് പുള്ളിയെ കൊണ്ട് കടുപ്പത്തിലൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കോട്ടയം സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ആകെ ചിലവ് എത്ര ആയിരുന്നു? ലോ ബഡ്ജറ്റ് 66 രൂപയായിരുന്നേ. അപ്പോൾ തിരിച്ച് നമുക്ക് ഏത് ട്രെയിനിൽ പോകണം എന്നുള്ള കാര്യത്തിലാണ് ഇനി നമുക്ക് ബാക്കിയുള്ള ആകെ ഒരു കാര്യം. അതിനു മുമ്പ് ഞാൻ ഈ ചായ ഒന്ന് കുടിച്ചോട്ട് എന്നിട്ട് ഞാൻ പറയാം. ഓക്കെ, ചായ കുടിച്ചുകൊണ്ട് നമ്മൾ കേരള എക്സ്പ്രസ്സാണ് വന്നത്. നമ്മുടെ കേരള എക്സ്പ്രസ് വന്നുകൊണ്ടിരിക്കുക. കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹി വരെ പോകുന്ന ട്രെയിൻ. പിന്നെ ഞാൻ തിരിച്ചു പോകുന്ന ട്രെയിനിൻ്റെ കാര്യം, ട്രെയിൻ നമ്പർ 06769. ട്രെയിൻ നമ്പർ മറക്കരുത്. ഇത് എറണാകുളത്ത് നിന്ന് കൊല്ലം പോകുന്ന മെമു എക്സ്പ്രസ് സ്പെഷ്യലാണ്. ഉച്ചയ്ക്ക് 1:35 എറണാകുളത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ 3 മണിക്ക് കോട്ടയത്തെത്തും, 5:20 കൊല്ലത്തെത്തും. പക്ഷേ ഇത് തിങ്കളാഴ്ച സർവീസ് ഇല്ല. നമ്മുടെ ഇന്നത്തെ യാത്ര തിങ്കളാഴ്ചയല്ലേ, അതുകൊണ്ട് നമുക്ക് ഇന്ന് ആ ട്രെയിനിൽ പോകാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം ഇന്ന് ആ ട്രെയിൻ ഇല്ല, തിങ്കളാഴ്ച ഇല്ല. പിന്നുള്ളത് പരശുറാം എക്സ്പ്രസ് ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിൻ നമ്പർ 16649. അതിപ്പോൾ വരും ഈ പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ. അവനിലാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. 50 രൂപയുടെ ടിക്കറ്റ്, 50 രൂപയാണ് കൊല്ലം വരെ. പക്ഷേ ഞാൻ ഒരിക്കലും നിങ്ങളെ ഈ ട്രെയിനിൽ സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ഇതിലെ തിരക്കും കാര്യങ്ങളൊക്കെ. എന്നിരുന്നാലും ഞാൻ വേറൊരു കാര്യം പറയാം. എല്ലാ ദിവസവും കോട്ടയത്ത് നിന്ന് കൊല്ലത്തോട്ട് ഒരു മെമു ഉണ്ട്, ട്രെയിൻ നമ്പർ 06785. ആ മെമു വൈകുന്നേരം 5:40 8:15 കൊല്ലത്തെത്തും. നിങ്ങൾക്ക് അത് തിരിച്ചു പോകാൻ ചൂസ് ചെയ്യാം. അത് നല്ലൊരു ട്രെയിനാണ്. മെമു നിങ്ങൾക്ക് ഇരുന്ന് പോകാം. കാരണം നിങ്ങളൊരു 3:30 ഈ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നാലും 4:30 വന്നാലും നിങ്ങൾക്ക് AC റൂമിൽ ഇവിടെ വെയിറ്റിംഗ് ഹോൾ ഉണ്ടല്ലോ, 30 രൂപയേ ഉള്ളൂ. ഒരു എക്സ്ട്രാ കൂടെ കഴിഞ്ഞാൽ ഒരു 40 രൂപ ആവത്തേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ലപോലെ ഫ്രഷായി ആ ക്ഷീണമൊക്കെ ഒന്ന് മാറി ഫ്രഷായിട്ട് മെമുവിൻ്റെ ടിക്കറ്റ് എടുത്ത് അതും 25 രൂപ മാത്രമേ ഉള്ളൂ തിരിച്ച് കൊല്ലത്തോട്ട്. ഇത്
ഇത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് എറണാകുളത്തോട്ട് പോകാനാണെങ്കിലോ കായംകുളത്ത് നിന്ന് വരുന്നൊരു വണ്ടിയുണ്ട്, ട്രെയിൻ നമ്പർ 16310. അതിന് വെറും 15 രൂപയുള്ളൂ ടിക്കറ്റ്. ഇത് ഏതാ നമ്മളിപ്പോൾ പോയത്, പരശുവിൻ്റെ അകത്തുള്ള സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ എറണാകുളത്തോട്ട് പോകാനാണെങ്കിൽ ഇവിടുന്ന് കായംകുളം എറണാകുളം മെമു ചൂസ് ചെയ്യാം. 15 രൂപയുള്ളൂ. അത് 4:25 കായംകുളത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ 5:50 നമ്മുടെ എറണാകുളത്തേക്കും. അപ്പോൾ തിരിച്ചു പോകുന്ന കാര്യങ്ങൾ മനസ്സിലായോ, ക്ലിയർ ആയോ നിങ്ങൾക്ക് ഏതൊക്കെ ട്രെയിനാണ്? നമുക്കിന്ന് പോകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇന്ന് ആ ട്രെയിൻ സർവീസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പരശു കയറി പോയതാണ്. രാവിലെ വരുന്ന പരശുവിൻ്റെ അത്ര തിരക്ക് തിരിച്ച് അങ്ങോട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പരശുവിൽ സജസ്റ്റ് ചെയ്യത്തില്ല. എനിക്ക് നിങ്ങളെ കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് ഒന്നെങ്കിൽ കോട്ടയം കൊല്ലം മെമൂവിൽ കയറി പോകണം. 5:40 കോട്ടയം വണ്ടി 8:15 എടുക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ദിവസം തിങ്കളാഴ്ച എന്നുള്ളത് വേറെ ഏതെങ്കിലും ദിവസത്തിലാക്കണം. കാരണം തിങ്കളാഴ്ച നമ്മുടെ എറണാകുളത്ത് നിന്ന് കൊല്ലത്ത് പോകുന്ന മെമു ഇല്ല. അതുകൊണ്ടാണ്. ട്രെയിനിൻ്റെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. തിരിച്ചു പോകുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. അല്ലെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. പിന്നെ 5:40 കോട്ടയം വണ്ടിയാണ്, കോട്ടയത്തു നിന്ന് കൊല്ലത്തേക്കുള്ള മെമു. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതാണ് ഏറ്റവും ബെറ്റർ. 5:40 8:15 കൊല്ലത്തെത്തും. 25 രൂപയുള്ളൂ അതിന് ടിക്കറ്റ്. അപ്പോൾ ഒരു ഏകദേശ രൂപം കാര്യങ്ങളൊക്കെ പിടികിട്ടിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി കൊല്ലം ജംഗ്ഷനിലെത്തിയിട്ട് കാണാം. ഇതേ സമയം കണ്ടോ, 5:19 ആയപ്പോൾ പരശൂർ സ്റ്റോപ്സ് കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തി. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ ചിലവ് 126 രൂപയാണ്. ഇത് 50 രൂപ പരശു വേണ്ട. നിങ്ങൾ മെമൂല് വന്നെങ്കിൽ 25 രൂപ. തിരിച്ച് എറണാകുളത്ത് പോവുകയാണെങ്കിൽ 15 രൂപ ആവത്തേ ഉള്ളൂ. കായംകുളത്ത് നിന്ന് വരുന്ന മെമു, ഫാസ്റ്റസ്റ്റ് മെമു പെട്ടെന്ന് എത്തും. അപ്പോൾ തിരിച്ചു പോകുന്ന കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമുക്കിന്ന് എറണാകുളം കൊല്ലം മെമൂല് വരാൻ പറ്റാത്തത് തിങ്കളാഴ്ച ആ ട്രെയിൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കുവാണ്. പുതിയ ട്രെയിൻ ജേർണീസും പുതിയ വീഡിയോസും ഒക്കെ ആയിട്ട് വീണ്ടും നമുക്ക് എന്തായാലും കാണാം. ചുരുക്കി പറഞ്ഞ ഒരു 150 രൂപ ഒരു മൊത്തത്തിൽ നമുക്ക് ആയിട്ടില്ല. അപ്പം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ വ്ലോഗർ വൈൻഡപ്പ് ആവുകയാണ്. പുതിയ ബഡ്ജറ്റ് ട്രെയിൻ ജേർണീസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം.